KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. SSF 19ാമത് സംസ്ഥാന സാഹിത്യോത്സവ മലപ്പുറത്തിന്റെ കുത്തക തകർത്ത് കോഴിക്കോട് ചരിത്രം തിരുത്തി. KMIC ന്യൂസ് ടൈമിൽ ഇന്ന് കൂടുതൽ സാഹിത്യോത്സവ് വാർത്തകൾ. കോഴിക്കോട്ട് പ്രമുഖ വ്യാപാരി നസീർ അഹമ്മദിന്റെ കൊലപാതകം 5 പേർ പിടിയിലായി. റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർധന നിലവിൽ വന്നു. നിരക്ക് വർധന ഉയർന്ന ക്ലാസുകളിൽ. ഉദയംപൂർ IOC പ്ലാന്റിൽ ബോട്ട്ലിംഗ് ഭാഗികമായി പുനരാരംഭിച്ചു. മുൻ മന്ത്രിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ N രാമകൃഷ്ണൻ നിര്യാതനായി. കാശ്മീരിൽ ഏറ്റുമുട്ടലിൽ 5 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. അഫ്ഗാനിൽ ചാവേർ സ്ഫോടനം 13 മരണം. കാരന്തൂർ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ സമ്മേളനം വിജയിപ്പിക്കണമെന്ന് മർക്കസ് ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസി. വാർത്തകൾ വിശദമായി. SSF സാഹിത്യോത്സവ് വിശേഷങ്ങൾ. ചൊങ്കുറ്റ സുരപുരി മുന്തും ചിങ്കും പങ്കും കാലിലെ തിങ്കിടും തീക സുരഗത്താനം. SSF സംസ്ഥാന സാഹിത്യോത്സവിൽ കോഴിക്കോടിന്റെ പടയോട്ടം 464 പോയിന്റ് നേടിയാണ് കോഴിക്കോട് ജേതാക്കളായത്. തുടക്കം മുതൽ ആധിപത്യം നേടിയിരുന്ന മലപ്പുറത്തിന് ഒടുവിലാണ് അടിതെറ്റിയത്. 4 പോയിന്റ് മേൽക്കൈ കോഴിക്കോട് സ്വന്തമാക്കിയപ്പോൾ 10 വർഷമായുള്ള മലപ്പുറത്തിന്റെ കുത്തക തകർന്നു. രണ്ടാം സ്ഥാനത്തെത്തിയ മലപ്പുറത്തിന് 460 പോയിന്റുണ്ട്. 326 പോയിന്റ് നേടിയ കണ്ണൂർ ജില്ലക്കാണ് 3ാം സ്ഥാനം. ക്യാമ്പസ് വിഭാഗത്തിലും കോഴിക്കോട് തന്നെയാണ് 1ാം സ്ഥാനത്ത്. കോഴിക്കോട് നിന്നുള്ള PTK നിസാം 29 പോയിന്റ് നേടി കലാപ്രതിഭയായി. കാസർകോട് 222, പാലക്കാട് 215, വയനാട് 186, തൃശൂർ 153, നീലഗിരി 136, കൊല്ലം 115, എറണാകുളം 87, കോട്ടയം 83, ആലപ്പുഴ 53, പത്തനംതിട്ട 52, തിരുവനന്തപുരം 40, ഇടുക്കി 1 എന്നിങ്ങനെയാണ് പോയിന്റ് നില. സമാപന സമ്മേളനം SSF ദേശീയ സമിതി ചെയർമാൻ സയ്യിദ് മുഹമ്മദ് തുറാബ് അസ്സഖാഫി ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാനത്തിലൂടെ ഒരു കുഞ്ഞു നേടിയെടുക്കേണ്ടതെങ്കിൽ നമ്മുടെ കലാലയങ്ങൾ ഇന്ന് മദ്യം വിളമ്പുന്ന അല്ലെങ്കിൽ സംസ്കാര ശൂന്യമായൊരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഇടമായി കേന്ദ്രമായി നമ്മുടെ കലാലയം പോലും അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം പാൻ മസാലകൾക്കെതിരെ പാൻ മസാല നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് നമ്മുടെ ഈ പ്രസ്ഥാനം തെരുവിലിറങ്ങിയിട്ടുണ്ട്. നിരവധി സമര പോരാട്ടങ്ങൾ നടത്തി 2-3 കൊല്ലക്കാലം നീണ്ടുനിന്ന അത്യുജ്വലമായ പോരാട്ടത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് കോടതിയുടെ വിധി വന്നു. നമ്മുടെ സംസ്ഥാന സർക്കാർ അത് നടപ്പിലാക്കാനുള്ള ധൈര്യം കാണിച്ചു. 1ാം സ്ഥാനം നേടിയ കോഴിക്കോട് ജില്ലക്കുള്ള ട്രോഫിയും അദ്ദേഹം കൈമാറി. സ്വാഗത സംഘം ചെയർമാൻ ത്വാഹ മുസ്ലിയാർ അധ്യക്ഷനായിരുന്നു. കലാപ്രതിഭയ്ക്കുള്ള ട്രോഫി സാഹിത്യകാരൻ ചുനക്കര ജനാർദ്ദൻ നായർ നൽകി. 2ാം സ്ഥാനം നേടിയ മലപ്പുറം ജില്ലക്കുള്ള ട്രോഫി ത്വാഹ മുസ്ലിയാരും 3ാം സ്ഥാനം നേടിയ കണ്ണൂരിന് HA അഹമ്മദ് സഖാഫിയും ട്രോഫികൾ സമ്മാനിച്ചു. 2013 സാഹിത്യോത്സവ വേദിയാകുന്ന പാലക്കാട് ജില്ലയിലെ പ്രതിനിധികൾക്ക് കായംകുളം ജില്ലാ ഭാരവാഹികൾ പതാക കൈമാറി.
ശബ്ദമാധുര്യങ്ങളുടെ കലാവിരുന്നിന് മാറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഗാംഭീര്യമുള്ള അനൗൺസ്മെന്റ് PC അബ്ദുറഹ്മാൻ ആവിലോറയാണ് ഇമാം ഷാഫി സ്ക്വയറിലെ അനൗൺസർ. അഡ്വക്കേറ്റ് KP ശ്രീകുമാർ. കൊയിലാണ്ടി മർക്കസ് പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പാളായ അബ്ദുറഹ്മാൻ കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി ഡിവിഷൻ SSF ക്യാമ്പസ് സെക്രട്ടറി കൂടിയാണ്. സാഹിത്യോത്സവ നഗരിയിലെ വിവിധ സ്ക്വയറുകൾ മത്സരാർത്ഥികളിലും കാണികളിലും ഒരുപോലെ കൗതുകമുണർത്തി. പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി 10 വേദികൾ മഹാന്മാരായ ഇമാമുകളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇമാം ഷാഫി സ്ക്വയർ എന്നാണ് പ്രധാന വേദിക്ക് നൽകിയിരുന്ന നാമം. ഇമാം ബുഖാരി, ഇമാം ഗസാലി, ഇമാം ബൂസൂരി, ഇമാം സുയൂത്തി, ഇമാം റാസി, ഇമാം റൂമി, ഇബ്നു ഖൽദൂൻ, ഉമർ ഖാലി, ഖാലി മുഹമ്മദ് എന്നിവരുടെ പേരിലാണ് മറ്റു വേദികൾ അറിയപ്പെടുന്നത്. മാപ്പിള കലാ പാരമ്പര്യത്തിന്റെ പ്രതീകമായ SSF സാഹിത്യോത്സവിന് തിരശ്ശീല ഉയർന്നതോടെ നഗരം അക്ഷരാർത്ഥത്തിൽ കലാസ്വാദകരുടെ സംഗമവേദിയായി. വൈകുന്നേരത്തോടെ ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടുകളും മധു ഗാനങ്ങളും ഉയർന്നപ്പോൾ ഇശൽ സന്ധ്യ ആസ്വദിക്കാനെത്തിയവർ എല്ലാം മറന്ന് സദസ്സിൽ ഉപവിഷ്ടരാവുകയായിരുന്നു. പ്രധാന വേദിയായ ഇമാം ഷാഫി സ്ക്വയർ ഉണർന്നതുതന്നെ ഇശൽ രാഗങ്ങൾ പെയ്യിച്ചുകൊണ്ടായിരുന്നു. മാപ്പിള കലയുടെ പേരിൽ നടത്തുന്ന ആഭാസങ്ങൾ ഇവിടെ എവിടെയും കാണാനില്ലായിരുന്നെന്ന് ആസ്വാദകർ വിലയിരുത്തി. ഇസ്ലാമിക പാരമ്പര്യ കലാസാഹിത്യങ്ങൾ 2 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ സംഘാടകർക്ക് ഏറെ അഭിമാനിക്കാം. പ്രവാചകന്റെ സ്തുതിഗീതങ്ങൾ, പുണ്യാത്മാക്കളുടെ സ്മരണകളുയർത്തുന്ന ഗാനങ്ങൾ തുടങ്ങി ആധുനിക പ്രശ്നങ്ങൾ വരെ പ്രമേയമാക്കിയിട്ടുള്ള മാപ്പിള ഗാനങ്ങൾ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ അവതരിപ്പിച്ച കുരുന്നുകൾക്ക് ആവേശം പകരാൻ കയ്യടികളുടെയും ഘോഷയാത്രയും ഇവിടെയില്ലായിരുന്നു. കലയുടെ ഇസ്ലാമിക പാരമ്പര്യം പ്രതിധ്വനിക്കുന്നതായിരുന്നു മത്സരങ്ങൾ. സാഹിത്യോത്സവിലെ ആദ്യ വിജയം തൃശൂർ ജില്ലക്കാണ്. സീനിയർ മാപ്പിളപ്പാട്ടിൽ മുഹമ്മദ് റാഫി തൃശൂരാണ് 1ാം സ്ഥാനം നേടിയത്. നിസാം PTK കോഴിക്കോട് 2ാം സ്ഥാനവും നൂറുദ്ദീൻ കാസർഗോഡ് 3ാം സ്ഥാനവും നേടി. സാഹിത്യോത്സവ നഗരിയിലെ കലാപ്രതിഭകൾക്കും ആസ്വാദകർക്കും ദാഹം തീർക്കുന്നത് ഡോക്ടർമാരുടെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും സംഘമാണ്. ഡോക്ടർ ഷബീർ അലി, ഡോക്ടർ ഷഹീൻ ഷാ എന്നിവരുടെ നേതൃത്വത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 10ഓളം മെഡിക്കൽ വിദ്യാർത്ഥികൾ ചേർന്നാണ് സാഹിത്യോത്സവ നഗരിയിൽ തണ്ണീർപന്തൽ കെട്ടി സൗജന്യ കുടിവെള്ളവും ശീതള പാനീയവും വിതരണം ചെയ്തത്. സാഹിത്യോത്സവ് അവസാനിക്കുന്നതുവരെ ശീതള പാനീയ വിതരണം നടന്നു. സാഹിത്യോത്സവ വേദിയിലെത്തിയ ആയിരക്കണക്കിന് പേരാണ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ദാഹജലം നുകർന്നത്. മുഹമ്മദ് ആഷിഖ്, ജുമൈൽ ഖാദർ, മുഹമ്മദ് ദിൽബർ, അബൂബക്കർ സിദ്ദീഖ്, അസീസ് എം, സൈനുൽ ആബിദീൻ, അബൂബക്കർ സിദ്ദീഖ് അഫ്സൽ, സഫ്വാൻ തുടങ്ങിയ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് തണ്ണീർപന്തൽ ഒരുക്കിയത്. ജനകീയത കൈവരിച്ച കാലത്ത് മാപ്പിളഗാനത്തെ മലീമസപ്പെടുത്തി അതിന്റെ ആത്മാവും തനിമയും നഷ്ടപ്പെടുത്തുന്നവരെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ സമുദായത്തിനും സംഗീതാസ്വാദകർക്കും കഴിയണമെന്ന് അഭിപ്രായം. കായംകുളത്ത് നടന്ന SSF സംസ്ഥാന സാഹിത്യോത്സവിന് തുടക്കം കുറിച്ച് മാപ്പിള കലാപൈതൃകം എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിലാണ് ഈ അഭിപ്രായം ഉയർന്നത്. പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകുന്ന സാഹിത്യ സൃഷ്ടികളിൽ ഇസ്ലാമിക സംസ്കാരത്തിന് നിരക്കാത്ത പരാമർശങ്ങളുണ്ടാവുമ്പോൾ ഒന്നിച്ച് എതിർപ്പുമായി രംഗത്തുവരുന്ന സമുദായ നേതൃത്വം മാപ്പിളമാരുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും ചോദ്യം ചെയ്യുന്ന രചനകൾ മാപ്പിളപ്പാട്ടിന്റെ പേരിൽ പുറത്തുവരുമ്പോൾ മൗനം പാലിക്കുകയാണെന്ന് ഗാനരചയിതാവ് OM കരുവാരക്കുണ്ട് പറഞ്ഞു. എന്ത് എഴുതിയാലും പ്രദർശിപ്പിച്ചാലും ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥ ദുഃഖകരമാണ്. ഇസ്ലാമിക കലയുടെ അടിസ്ഥാനം തന്നെ മാപ്പിളപ്പാട്ടിൽ നിന്നാണ്. മാപ്പിളപ്പാട്ടിനെ മലീമസപ്പെടുത്തുന്നത് ഗൗരവമായി കാണേണ്ട വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു. മാപ്പിളപ്പാട്ടിനോട് ഒരു നിലക്കും നീതി പുലർത്താത്ത രചനയും സംഗീതവുമാണ് ആധുനിക കാലത്തിൽ മാപ്പിളപ്പാട്ടെന്ന പേരിൽ അധികവും പുറത്തിറങ്ങുന്നതെന്ന് ഗായകൻ ഫൈസൽ എളേറ്റിൽ പറഞ്ഞു. ഒരു സീസണിനപ്പുറം ആയുസ് ഇവക്കൊന്നും ഇല്ലാത്തതിന്റെ കാരണവും ഇതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2011 സാഹിത്യോത്സവ് അവാർഡ് പ്രമുഖ മാപ്പിള സാഹിത്യകാരൻ ബാലകൃഷ്ണൻ വള്ളിക്കുന്നിന് സമ്മാനിച്ചു. അവാർഡ് ജൂറി അംഗങ്ങളായ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, OM കരുവാരക്കുണ്ട്, ഫൈസൽ എളേറ്റിൽ, ബക്കർ പന്നൂർ എന്നിവർ ചേർന്നാണ് അവാർഡ് സമ്മാനിച്ചത്. 22,222 രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ സാഹിത്യ അവാർഡ് റിസാല മാനേജിംഗ് ഡയറക്ടർ S ഷറഫുദ്ദീനും പ്രഖ്യാപിച്ചു. പ്രശസ്ത പത്രപ്രവർത്തകനും ഗ്രന്ഥകാരനുമായ പോക്കർ കടലുണ്ടി അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടു. സാഹിത്യോത്സവ നഗരിയിലെ IPB ബുക്ക് ഫെയർ ജനകീയമായിരുന്നു. IPB ഇറക്കിയ മലപ്പുറം, കോഴിക്കോട് ജില്ലാ സാഹിത്യോത്സവങ്ങളുടെ സീഡുകൾ
അനേകം കോപ്പികൾ വിറ്റഴിഞ്ഞു. റിസാലയുടെ 1000 ലക്കത്തിന്റെ 2ാം പതിപ്പിനും ആവശ്യക്കാരേറെയായിരുന്നു. 12ാം പതിപ്പിന്റെ അണിയറ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സുന്നത്ത് ജമാഅത്ത്, പ്രവർത്തകന്റെ പണിപ്പുര, ഹദീസ്, കേരളയാത്ര, സമ്പൂർണ്ണ കാഴ്ചകൾ തുടങ്ങിയവയ്ക്കും ആവശ്യക്കാരേറെയുണ്ടെന്ന് കോർഡിനേറ്റർ റഫീഖ് വൈലത്തൂർ സാക്ഷ്യപ്പെടുത്തുന്നു. മാപ്പിള കലാ പാരമ്പര്യം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമേളയായ SSF സംസ്ഥാന സാഹിത്യോത്സവന് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന സാംസ്കാരിക ഘോഷയാത്ര ഓണാട്ടുകരക്ക് നവ്യാനുഭവമായി. ദേശീയ പാതയോരത്തെ MSM കോളേജ് അങ്കണത്തിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി മത്സരവേദിയായ ഇമാം ഷാഫി സ്ക്വയറിൽ സമാപിച്ചു. കായംകുളത്ത് സർഗവസന്തം വിരിയിക്കാനെത്തിയ കുരുന്നുകളടക്കമുള്ളവർ വെള്ളമുണ്ടും വെള്ളഷർട്ടും തൊപ്പിയും തലപ്പാവും ധരിച്ച ആയിരങ്ങൾ അണിനിരന്നപ്പോൾ നഗരം അക്ഷരാർത്ഥത്തിൽ പാൽക്കടലായി. ധാർമ്മിക വിപ്ലവത്തിന്റെ സന്ദേശങ്ങൾ മുദ്രാവാക്യങ്ങളാക്കി തക്ബീർ ധ്വനികളുയർത്തി ഇമ്പമാർന്ന ബൈത്തുകളും സലാത്തുകളുമൊക്കെ ചിട്ടയോടെ അണിയണിയായി നീങ്ങിയ സാംസ്കാരിക ഘോഷയാത്ര ഇതര ഘോഷയാത്രകളിൽ നിന്നും വേറിട്ടതും കാഴ്ചക്കാരെ ആകർഷിക്കുന്നതുമായി. സാംസ്കാരിക ഘോഷയാത്ര കടന്നുപോയ വീതികൾക്കിരുവശവും സാഹിത്യോത്സവന് ആശംസകൾ നേർന്ന് ആയിരങ്ങൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. SSF സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചത് 1993 അൽമക്കർ തള്ളിപ്പറമ്പിൽ നടന്ന SSF സംസ്ഥാന സാഹിത്യോത്സവിൽ ആദ്യ വിജയം കൊയ്തത് മലപ്പുറം ജില്ലയാണ്. പിന്നീട് 1995 വെട്ടിച്ചിറ മജ്മയിൽ നടന്ന സംസ്ഥാന സാഹിത്യോത്സവിൽ വിജയം കൊയ്തത് കോഴിക്കോട് ജില്ലയാണ്. മൂന്നാമതായി 1996 കേച്ചേരി മമ്പൗൽ ഹുദയിൽ നടന്ന സംസ്ഥാന സാഹിത്യോത്സവിൽ കണ്ണൂർ ജില്ല വിജയം കൊയ്തു. പിന്നീട് 1997 തൃക്കരിപ്പൂർ അൽ മുജമ്മയിൽ നടന്ന സംസ്ഥാന സാഹിത്യോത്സവിൽ വീണ്ടും കോഴിക്കോട് ജില്ല വിജയം കരസ്ഥമാക്കി. പിന്നീട് അങ്ങോട്ട് നടന്ന സാഹിത്യോത്സവങ്ങളിൽ മലപ്പുറം ജില്ലയുടെ തേരോട്ടമായിരുന്നു. 1998 മുതൽ 2011 വരെ സാഹിത്യോത്സവ മലപ്പുറം ജില്ലയുടെ കുത്തകയായിരുന്നു. 2012 കോഴിക്കോട് ജില്ല അത് തിരുത്തിയെഴുതി. മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് നഗരത്തിലെ പ്രമുഖ വ്യാപാരി നസീർ അഹമ്മദ് കൊല്ലപ്പെട്ട കേസിൽ 5 പേർ പിടിയിലായി. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് വൈകുന്നേരത്തോടെയാണ് 5 പേരെയും കസ്റ്റഡിയിലെടുത്തത്. മലപ്പുറം സ്വദേശികളായ കൊട്ടേഷൻ സംഘാംഗങ്ങളാണ് പിടിയിലായതെന്നാണ് സൂചന. ചേവായൂർ ശാന്തിനഗർ കോളനി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അന്വേഷണ സംഘത്തിന് പ്രതികളെ പിടികൂടാനായത്. പ്രതികൾ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോഴുള്ളത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. തൊണ്ടയാട് മലാപ്പറമ്പ് ദേശീയപാതയിൽ മലാപ്പറമ്പിനടുത്ത മെഡിക്കൽ കോളേജ് റോഡിലെ പാച്ചാക്കിൽ റോഡരികിലാണ് ശനിയാഴ്ച രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. ശ്വാസം മുട്ടിയുള്ള മരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട് മണിക്കൂറുകൾക്കകമായിരുന്നു സംഭവം. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ്. ഐക്യകണ്ഠേന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട നസീർ രാത്രി 7 വരെ ചേംബർ ഓഫ് കൊമേഴ്സിലുണ്ടായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻ കുമാറിന്റെ മേൽനോട്ടത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ പ്രിൻസ് എബ്രഹാം, സിഎമാരായ പ്രകാശ് പടന്നയിൽ, PK സന്തോഷ്, പ്രേമദാസൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ സ്ക്വാഡുകളായാണ് അന്വേഷണം നടക്കുന്നത്. റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർധന നിലവിൽ വന്നു. ഉയർന്ന ക്ലാസുകളിലാണ് ടിക്കറ്റ് വില വർദ്ധിച്ചത്. 3.78% സേവന നികുതി നിലവിൽ വന്നതോടെയാണ് AC ഫസ്റ്റ് ക്ലാസ് നിരക്കുകൾ കൂടിയത്. ഫസ്റ്റ് ക്ലാസ് AC ട്രെയിൻ ടിക്കറ്റുകൾക്കാണ് ഇന്നു മുതൽ പുതിയ നിരക്കുകൾ നിലവിൽ വന്നത്. തിരുവനന്തപുരത്തു നിന്ന് എറണാകുളം വരെയുള്ള സെക്കൻഡ് AC ടിക്കറ്റിന് 23 രൂപ കൂടി പുതിയ ടിക്കറ്റ് നിരക്ക് 640 രൂപയാണ്. തേർഡ് ACക്ക് 13 രൂപ വർദ്ധിച്ച് 368 രൂപയായി. ഫസ്റ്റ് ക്ലാസിന്റെ പുതിയ ടിക്കറ്റ് വില 445 ആണ്. വർധന 16 രൂപ. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് സെക്കൻഡ് ACക്ക് 28, തേർഡ് ACക്ക് 18, ഫസ്റ്റ് ക്ലാസിന് 23 രൂപ വീതം വർദ്ധിച്ചപ്പോൾ ടിക്കറ്റ് വില സെക്കൻഡ് AC 770, തേർഡ് AC 514, ഫസ്റ്റ് ക്ലാസ് 635 എന്നിങ്ങനെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാടേക്കുള്ള സെക്കൻഡ് AC നിരക്ക് എക്സ്പ്രസിൽ 715, സൂപ്പർഫാസ്റ്റിൽ 750 26, 27 രൂപ വീതം വർധന.
തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് സെക്കൻഡ് എസിക്ക് 47 രൂപ കൂടിയപ്പോൾ ടിക്കറ്റ് വില 1320 രൂപയായി ഉയർന്നു. തേർഡ് എസിക്ക് 31 രൂപ കൂടി 864 ആയി. കൊച്ചി ഉദയംപേരൂർ IOC പ്ലാന്റിൽ ബോട്ട്ലിംഗ് പുനരാരംഭിച്ചെങ്കിലും 3-ൽ 2 പ്ലാന്റുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. 2 ആഴ്ച മുമ്പ് സംഭവിച്ച ഗ്യാസ് ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 ജീവനക്കാരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് IOCയുടെ ജീവനക്കാർ അധിക ഡ്യൂട്ടി ചെയ്യാൻ വിസമ്മതിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതോടെ കയറ്റിയേക്കുന്ന ലോഡുകളുടെ എണ്ണത്തിൽ വീണ്ടും കുറവുണ്ടാവും. ഉദയംപേരൂർ IOC പ്ലാന്റിൽ 3 ബോട്ടിംഗ് പ്ലാന്റുകളാണുള്ളത്. ഇത് 3ഉം ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ദിവസവും 140 ലോഡുകൾ ഇവിടെ നിന്നും കയറ്റി അയക്കാനാകും. എന്നാൽ ടാങ്കർ ലോറി തൊഴിലാളികളുടെ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിച്ചിട്ടും ഉദയംപേരൂർ പ്ലാന്റിലെ പ്രതിസന്ധി ഒഴിയുന്നില്ല. മംഗലാപുരത്തു നിന്നും ലോഡെത്തി. അതോടെ തൊഴിലാളികൾ ഇറക്കുകയും ചെയ്തു. എന്നാൽ IOCയുടെ തൊഴിലാളികൾ അധിക ഡ്യൂട്ടിക്ക് തയ്യാറായിട്ടില്ല. ഇതോടെ രാവിലെ 2 പ്ലാന്റുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. കരാർ തൊഴിലാളികളും കാഷ്വൽ തൊഴിലാളികളും ഇവിടെ ജോലിക്കെത്തിയെങ്കിലും IOC ജീവനക്കാരുടെ നിലപാട് പ്രതിസന്ധി സൃഷ്ടിക്കുകയായിരുന്നു. ഉച്ചക്ക് ഷിഫ്റ്റിലും 2 പ്ലാന്റുകൾ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂവെന്നാണ് സൂചന. കഴിഞ്ഞ മാസം LPGകൾക്ക് ലോഡ് ഇറക്കുന്നതിനിടെ ഉണ്ടായ ഗ്യാസ് ചോർച്ചയുമായി ബന്ധപ്പെട്ട് IOCയുടെ 2 ജീവനക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് അധിക ഡ്യൂട്ടി ചെയ്യേണ്ടെന്ന തീരുമാനത്തിൽ ജീവനക്കാരെത്തിയത്. ഇതോടെ പാചകവാതക ക്ഷാമം ഒരാഴ്ചക്കുള്ളിൽ പരിഹരിക്കുമെന്ന കലക്ടറുടെ ഉറപ്പും നടപ്പാകില്ലെന്നുറപ്പായി. മുൻ മന്ത്രിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ N. രാമകൃഷ്ണൻ നിര്യാതനായി. 71 വയസ്സായിരുന്നു. അർബുദ രോഗബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. മംഗലാപുരം കസ്തൂർബ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 അന്ത്യം. 1991 ജൂലൈ മുതൽ 1995 മാർച്ച് വരെ K. കരുണാകരന്റെ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്താണ് 9ാം നിയമസഭയിൽ മന്ത്രിയായത്. 1970 എടക്കാട് മണ്ഡലത്തിൽ നിന്നാണ് ആദ്യമായി നിയമസഭയിലെത്തിയത്. 1977-2001 വർഷങ്ങളിൽ എടക്കാട്, 1982 മഞ്ചേശ്വരം, 96 കണ്ണൂർ മണ്ഡലങ്ങളിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു. 1980 കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്കും മത്സരിച്ചിരുന്നു. ജമ്മു കാശ്മീരിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 5 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. ഗന്ദർബാൽ ജില്ലയിൽ കങ്കനിലെ വാങ്കഡ് വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. കൊല്ലപ്പെട്ടവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് പ്രതിരോധ മന്ത്രാലയം വക്താവ് പറഞ്ഞു. കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറിയ വിദേശികളാണിവരെന്ന് പോലീസ് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ ദക്ഷിണ കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ സുരക്ഷാസേനയ്ക്ക് നേരെ തീവ്രവാദികൾ വെടിവെപ്പ് നടത്തി. ആളപായമുണ്ടായിട്ടില്ല. അഫ്ഗാനിസ്ഥാനിൽ ചാവേർ സ്ഫോടനത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു. 4 അഫ്ഗാൻ പോലീസും 3 നാറ്റോ സൈനികരും 6 സിവിലിയന്മാരുമാണ് കൊല്ലപ്പെട്ടത്. 37 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗോസ്റ്റ് നഗരത്തിലെ തിരക്കേറിയ പ്രദേശത്തുകൂടി പട്രോളിംഗ് നടത്തുകയായിരുന്ന സംയുക്ത സേനയെ ലക്ഷ്യം വെച്ചായിരുന്നു സ്ഫോടനം. ഇന്ന് രാവിലെ പ്രാദേശിക സമയം 8:30 മോട്ടോർ സൈക്കിളിലെത്തിയ ചാവേർ പൊട്ടിത്തെറിച്ചത്. ഹജ്ജ് വാർത്തകൾ. ഹജ്ജ് കർമ്മത്തിനായി ഇന്ത്യയിൽ നിന്ന് 28,000 പേർ സൗദി അറേബ്യയിലെത്തി. ഈ മാസം 17 മുതലാണ് ഇന്ത്യൻ ഹാജിമാർ ജിദ്ദ, മദീന വിമാനത്താവളങ്ങളിൽ എത്താൻ തുടങ്ങിയതെന്ന് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് വൃത്തങ്ങൾ അറിയിച്ചു. കൊൽക്കത്തയിൽ നിന്നുള്ള 400 പേരാണ് ഈ വർഷത്തെ ആദ്യ ഇന്ത്യൻ സംഘം. കോൺസുൽ ജനറൽ ഫായിസ് അഹമ്മദ് കിദ്വായ് സംഘത്തെ സ്വീകരിച്ചു. വിദേശ മന്ത്രാലയം 500 പ്രത്യേക പ്രതിനിധികളെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിൽ 117 ഡോക്ടർമാരും 143 പാരാമെഡിക്കൽ ജീവനക്കാരും ഉൾപ്പെടും. മക്കയിൽ 12ഉം മദീനയിൽ 5ഉം ബ്രാഞ്ച് ഓഫീസുകൾ തുറന്നിട്ടുണ്ട്. മക്കയിൽ 50 ബെഡുകളുള്ള 2ഉം മദീനയിൽ 30 ബെഡുകളുള്ള 1ഉം ഇന്ത്യൻ ആശുപത്രികൾ പ്രവർത്തനം ആരംഭിച്ചു. 6000-ലേറെ തീർത്ഥാടകർക്ക് ഇതുവരെ ചികിത്സ നൽകി. 70 വയസ്സിന് മുകളിലുള്ളവരെ പരിശോധന നടത്തി അടിയന്തര ചികിത്സകൾ നൽകുന്നുണ്ട്. പണവും മറ്റ് സാധനങ്ങളും നഷ്ടപ്പെട്ട 18 പേർക്ക് ഇന്ത്യൻ തീർത്ഥാടക ക്ഷേമ ഫണ്ടിൽ നിന്ന് സാമ്പത്തിക സഹായം നൽകി. ഇന്ത്യൻ തീർത്ഥാടകർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതായും കോൺസുൽ ജനറൽ അറിയിച്ചു. ജിദ്ദയിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയിൽ ഈ വർഷത്തെ ഹജ്ജിനായുള്ള വളണ്ടിയർമാരായി താൽക്കാലികമായി ഡെപ്യൂട്ടേഷനിൽ നിയോഗിക്കപ്പെടുന്നവരുടെ പട്ടിക ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കി. 25 പേരെയാണ് ഇത്തരത്തിൽ നിയോഗിച്ചിട്ടുള്ളത്.
ഇവരെ നിശ്ചിത സമയത്ത് സൗദി അറേബ്യയിൽ എത്തിക്കുന്നതിന് മലപ്പുറം ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഡെപ്യൂട്ടേഷനിൽ നിയോഗിക്കപ്പെട്ടവർ താൽക്കാലിക സേവന കാലാവധി കഴിഞ്ഞാലുടൻ തിരികെ അവരുടെ ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഉടനടി ജോലിയിൽ പ്രവേശിക്കണമെന്നും സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലുള്ള ഹാജിമാർക്ക് വിശുദ്ധ ഭൂമിയിൽ ഉപയോഗിക്കുന്നതിനുള്ള സിം കാർഡുകൾ ഹജ്ജ് ഹൌസിലെത്തി. 4 പേരടങ്ങിയ കവറിലെ സംഘത്തിന് 3, 3 പേരടങ്ങിയ സംഘത്തിന് 2, 2 പേരടങ്ങിയ സംഘത്തിനും ഒരാൾ മാത്രമെങ്കിലും 1 സിം കാർഡ് നൽകും. സിമ്മിൽ 5 റിയാലിന്റെ സൗജന്യ സംസാര സമയം ഉണ്ടായിരിക്കും. തുടർന്ന് ഇതിൽ റീചാർജ് ചെയ്യാവുന്നതാണ്. ഇതിനു പുറമെ ഹാജിമാർക്കുള്ള ലോഹ വളകളും ഹജ്ജ് ക്യാമ്പിലെത്തിയിട്ടുണ്ട്. പാസ്പോർട്ടുകൾ ചൊവ്വാഴ്ചയോടെ ക്യാമ്പിലെത്തും. ഡിവൈഎസ്പി അബ്ദുൽ കരീമിനാണ് ഈ വർഷവും ഹജ്ജ് സെല്ലിന്റെ ചുമതല. 30 പേരടങ്ങിയ ഹജ്ജ് സെൽ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കും. വെള്ളിയാഴ്ച ഹജ്ജ് ക്യാമ്പിന് തുടക്കം കുറിക്കും. ഒക്ടോബർ 6 മുതൽ ഹജ്ജ് യാത്രക്ക് തുടക്കമാകും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. വാനാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. സുന്നി ചലനമതൊപ്പിയെടുത്തിന്നെത്തി വിരൽ തുമ്പിൽ, എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ. സുന്നി ചലനമതൊപ്പിയെടുത്തിന്നെത്തി വിരൽ തുമ്പിൽ, എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ. ആദർശത്തിനാദമി ശ്രവണപുടങ്ങളിൽ ആവേശം, അറിവിന്നലകൾ പകരും ജാലകം കാണാൻ വാവേഗം. KMIC വാർത്തകൾ തുടരുന്നു. ഗൾഫ് വാർത്തകൾ. ഹജ്ജിനെത്തുന്ന മുതിർന്ന ഹാജിമാരുടെ പരിചരണം പ്രധാനമാണെന്നും അവരെ സഹായിക്കാൻ ഇന്ത്യൻ ഹജ്ജ് മിഷൻ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുമെന്നും ഹജ്ജ് കോൺസുൽ ഷെയ്ഖ് നൂർ മുഹമ്മദ് അറിയിച്ചു. ഹാജിമാർക്ക് കൂടുതൽ സേവനങ്ങളും സഹായങ്ങളും ഒരുക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഓഫീസിലെത്തിയ സൗദി റിസാല സ്റ്റഡി സർക്കിൾ നാഷണൽ ഹജ്ജ് വളണ്ടിയർ കോർ പ്രതിനിധികളെയാണ് ഹജ്ജ് കോൺസുൽ ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷം ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാരിൽ 20,000-ലധികം പേരും 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. അവരുടെ പരിചരണം ഹജ്ജ് മിഷൻ വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്നും അവരെ പരിചരിക്കാൻ വളണ്ടിയർമാർ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. RSC വളണ്ടിയർ ഹാജിമാർക്ക് ചെയ്യുന്ന സേവനങ്ങളിൽ സന്തോഷവും സംതൃപ്തിയും പ്രകടിപ്പിച്ചു. RSC സൗദി നാഷണൽ വളണ്ടിയർ കോർ ചെയർമാൻ അബ്ദുൽ ജലീൽ വെളിമുക്ക്, സമിതി അംഗങ്ങളായ ഉസ്മാൻ കുറുകത്താണി, N മുനീർ വാഴക്കാട്, എഞ്ചിനീയർ നജീം തിരുവനന്തപുരം, RSC മക്ക സോൺ ചെയർമാൻ മീരാൻ സഖാഫി, സെയ്ദലവി സഖാഫി നീറ്റിക്കൽ, സിറാജ് വില്യാപ്പള്ളി എന്നിവരാണ് ഹജ്ജ് മിഷൻ ഓഫീസിലെത്തിയത്. ചർച്ചയിൽ ഹജ്ജ് മിഷൻ ഇൻചാർജ് അബ്ദുസലാമും പങ്കെടുത്തിരുന്നു. സംഘടനാ വാർത്തകൾ. SYS കൊടുവള്ളി മേഖല ഇലക്ഷൻ ശില്പശാല കൊടുവള്ളി മുനവ്വിറിൽ സലീം അണ്ടോണ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ഷുക്കൂർ സഖാഫി അധ്യക്ഷത വഹിച്ചു. ഓമശ്ശേരി പഞ്ചായത്ത് SYS ഇലക്ഷൻ ഡയറക്ടറേറ്റ് രൂപവൽക്കരിച്ചു. മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾക്കും പുതിയ ഭാരവാഹികളെ കണ്ടെത്തുന്നതിനും വേണ്ടി ഹമീദ് മേപ്പള്ളി ചീഫായാണ് ED രൂപവൽക്കരിച്ചത്. മർക്കസ് ഇഹ്റാമിന്റെ സോഫ്റ്റ് സ്കിൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കഴിവുറ്റ ട്രെയിനർമാരെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായി ഷൈ ജംഗ്ഷൻ എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു. ട്രെയിനിംഗ് രംഗത്ത് പ്രവർത്തിക്കാൻ താൽപര്യമുള്ളവർക്ക് വേണ്ടി നടത്തുന്ന ശില്പശാലയ്ക്ക് പ്രമുഖ ട്രെയിനർമാർ നേതൃത്വം നൽകും. നാളെ രാവിലെ 8:30 തുടങ്ങി രാത്രി 9 അവസാനിക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഇനി പറയുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. 98 95 55 34 12 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് REC കമ്പനിമുക്ക് അൽ ഖമറിൽ അസ്മാഉൽ ബദറും ദുആ മജ്ലിസും നടക്കും. സയ്യിദ് അലി ബാഫഖി തങ്ങൾ പരിപാടിക്ക് നേതൃത്വം നൽകും.
ജനുവരി 4, 5, 6 തീയതികളിലായി നടക്കുന്ന മർക്കസ് സഖാഫത്തി സുന്നിയ സമ്മേളനത്തിന്റെ പ്രചാരണം ഊർജിതമാക്കണമെന്ന് മർക്കസ് ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസി പറഞ്ഞു. സമ്മേളനത്തിന്റെ ഭാഗമായി മർക്കസിൽ നടന്ന വിദ്യാർത്ഥി സംഗമത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. VPM ഫൈസി വില്യാപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. KPS ബാഖവി അധ്യക്ഷത വഹിച്ചു. ഹസ്രത്ത് മുഖ്താർ ബാഖവി പ്രാർത്ഥന നടത്തി. മുഹമ്മദ് അലി സഖാഫി വള്ളിയാട വിഷയാവതരണം നടത്തി. പ്രലോഭനങ്ങളെ അതിജയിക്കണമെന്ന സന്ദേശത്തിൽ റിസാല സ്റ്റഡി സർക്കിൾ ഗൾഫിൽ 500 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ചു വരുന്ന ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായി RSC ഖത്തറിൽ അസീസിയ സോൺ വിചാര സദസ്സ് സംഘടിപ്പിച്ചു. വിവിധ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും മാധ്യമ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. പ്രവാസി മലയാളികൾ അഭിമുഖീകരിക്കുന്ന പ്രലോഭനങ്ങളും അവ അതിജയിക്കേണ്ട മാർഗങ്ങളും സദസ്സ് ചർച്ച ചെയ്തു. പരിപാടിയിൽ RSC നാഷണൽ കൺവീനർ ഉമർ കുണ്ടുതോട് വിഷയം അവതരിപ്പിച്ചു. കുഞ്ഞബ്ദുള്ള കടമേരി, അഷ്റഫ് എഞ്ചിനീയർ, ഷംസുദ്ദീൻ, അഡ്വക്കേറ്റ് സുനിൽ തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSF 19ാമത് സംസ്ഥാന സാഹിത്യോത്സവ് മലപ്പുറത്തിന്റെ കുത്തക തകർത്ത് കോഴിക്കോട് ചരിത്രം തിരുത്തി. KMIC ന്യൂസ് ടൈമിൽ ഇന്ന് കൂടുതൽ സാഹിത്യോത്സവ് വാർത്തകൾ. കോഴിക്കോട്ട് പ്രമുഖ വ്യാപാരി നസീർ അഹമ്മദിന്റെ കൊലപാതകം 5 പേർ പിടിയിലായി. റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർധന നിലവിൽ വന്നു. നിരക്ക് വർധന ഉയർന്ന ക്ലാസുകളിൽ. കാരന്തൂർ മർക്കസ് സഖാഫത്തി സുന്നിയുടെ സമ്മേളനം വിജയിപ്പിക്കണമെന്ന് മർക്കസ് ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസി. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30, സൗദി സമയം 4 മണിക്ക്, UAE സമയം 5 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC news time@gmail.com.